നമസ്കാരം. ശബരിമലയിൽ മുൻ മന്ത്രി അടുത്ത അറസ്റ്റിലാകും. സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിയെ മാത്രമല്ല മുൻ ദേവസ്വം പ്രസിഡന്റിനെയും അറസ്റ്റ് ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ഇപ്പോൾ കുറച്ചു കാലങ്ങളായി വിശ്വാസികളെയും അവിശ്വാസികളെയുമൊക്കെ ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ആരാണ് ഇതിലെ യഥാർത്ഥ കുറ്റവാളി, ആരാണ് ഇതിലെ യഥാർത്ഥ കൊള്ളക്കാരൻ, ആര് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ വലിയ കൊള്ള പുണ്യ പൂങ്കാവനം സ്ഥിതി ചെയ്യുന്ന ശബരിമലയിൽ നടന്നത് എന്നുള്ള വലിയ ചോദ്യങ്ങൾ വിശ്വാസിയെയും ജനകീയ അടിത്തറയിൽ മുന്നോട്ട് പോകുന്ന ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഒരു സംവിധാനത്തിന് കീഴിലുള്ള ശബരിമലയെ ഇത്രത്തോളം കൊള്ളക്കാരന്മാരുടെ സങ്കേതമാക്കിയത് ആര് എന്ന് പൊതുസമൂഹം ചിന്തിക്കുമ്പോൾ അതിനകത്ത് അവിശ്വാസികൾ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത് പഴയ പ്രസിഡന്റ്, ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഇനി മുൻമന്ത്രിയെയും അത്തരത്തിൽ തന്നെ ചോദ്യം ചെയ്യും. കൂടാതെ മുൻമന്ത്രിയെയും, തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് പോകുന്നു. മാത്രമല്ല മുൻ മന്ത്രി അടക്കം അറസ്റ്റിലാകാൻ പോകുന്നു എത്രയും പെട്ടെന്ന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു അമാന്തമുണ്ടായിരുന്നു. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റോടുകൂടി, ശങ്കർദാസിന്റെ അറസ്റ്റോടുകൂടി ആ അമാന്തം മാറി. അപ്പൊ ഇനി മുന്നിലുള്ളത് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമൊക്കെയാണ്. ഇവരൊക്കെയാണ് ഇനി ഈ അന്വേഷണ പരിധികളിലേക്ക് എത്തപ്പെടേണ്ടത്. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നടക്കുമ്പോൾ ഏറെ വിവാദമായിട്ടുള്ള കട്ടളപ്പാളി സ്വർണം തട്ടിയെടുക്കൽ കേസിൽ ശബരിമല തന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അന്വേഷണം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കും. ഇതോടെ ഈ കേസിൽ ഒരു പുതിയ വെളിപ്പെടുത്തലുകളും വഴിത്തിരിവുകളുമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻ മന്ത്രിയെയും വീണ്ടും ചോദ്യം ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് മുൻ മന്ത്രിക്കും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ PS പ്രശാന്തിനെ അന്വേഷണ സംഘം ബന്ധപ്പെടുകയും ചോദ്യം ചെയ്യാനായിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട രീതിയിൽ സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതിനെ നൽകിയതിനെക്കുറിച്ചും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിനെക്കുറിച്ചും ഒക്കെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യലിലൂടെ ഉന്നം വെക്കുന്നത്. കേസിൽ ഉന്നതർക്കെതിരെ നടപടി വൈകുന്നതിനെതിരെ ഹൈക്കോടതി വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായിട്ടുള്ള N വിജയകുമാർ, KP ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരെ SIT അറസ്റ്റ് ചെയ്തത്. അപ്പോൾ താൻ നൽകിയ ഉത്തരവുകൾ അല്ലെങ്കിൽ താൻ നൽകിയ ഉത്തരങ്ങൾ വ്യക്തമാണ് എന്നും ഇനി ചോദ്യം ചെയ്യലിന് പോകേണ്ടി വരില്ല എന്ന് മുൻപ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്നാൽ മറ്റു പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇപ്പോൾ അദ്ദേഹത്തിലേക്ക് വീണ്ടും നീളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകും, ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് തിരിയുന്നു. പ്രശാന്തിനെതിരെ നിലവിലെ സാഹചര്യത്തിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അറസ്റ്റിലായവരുടെ മൊഴികൾ അദ്ദേഹത്തിന് നിർണായകമാവുകയാണ് എന്നതാണ്. അന്വേഷണ സംഘം ശേഖരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും രേഖകളും പ്രശാന്തിന് എതിരായാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യും. സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഫോൺ സംഭാഷണങ്ങൾ, മെസ്സേജുകൾ എന്നിവ വീണ്ടെടുക്കുവാൻ സൈബർ വിഭാഗത്തിന്റെ സഹായം പോലീസ് തേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രശാന്തിന്റെ പങ്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പോലീസിന് കഴിയുന്നത് എന്നതാണ്. അങ്ങനെ പ്രശാന്തിന്റെ പങ്ക് വ്യക്തമാകുന്നതോടുകൂടി അറസ്റ്റ് എന്ന് പറയപ്പെടുന്നത് അനിവാര്യതയായി മാറും. ഒപ്പം തന്നെയാണ് ഇനി പ്രശാന്തിന്റെ അറസ്റ്റോടുകൂടി ഇപ്പൊ KP ശങ്കരദാസിന്റെ അറസ്റ്റ് കഴിഞ്ഞു, വിജയകുമാറിന്റെ അറസ്റ്റ് കഴിഞ്ഞു, ഒപ്പം തന്നെ പത്മകുമാർ അറസ്റ്റിൽ ജയിലിലുണ്ട്. അപ്പോൾ ഈ പ്രശാന്തിന്റെ അറസ്റ്റ് കൂടി കഴിഞ്ഞാൽ അടുത്ത് അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന പിന്നെ ദേവസ്വം മന്ത്രിയിൽ മാത്രമേ ഉള്ളൂ. മുൻ ദേവസ്വം മന്ത്രി കൂടി അറസ്റ്റിലായി കഴിയുമ്പോൾ മാത്രമാണ് ഇതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യാന്തര തലത്തിലേക്ക് വരെ എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ശബരിമലയിൽ നിന്നും കോടാനുകോടി കണക്കിന് രൂപയുടെ സ്വർണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വർണ്ണ മുതലുകൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന കൊള്ളക്കാരന്മാരുടെ സങ്കേതമാക്കി മാറ്റിയതിന് പിന്നിൽ ഇവിടുത്തെ മന്ത്രിമാരും ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും തന്ത്രിയും മന്ത്രിയും എല്ലാം പ്രതികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെയായി ആദ്യം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം അറസ്റ്റ് ചെയ്തു വന്നുവെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ചെറിയൊരു അമാന്തമുണ്ടായിരുന്നു. ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുവാൻ എന്തുകൊണ്ടോ ഒരു
മെല്ലപ്പോക്ക് നയം ഈ അന്വേഷണ സംഘം സ്വീകരിക്കുകയും ചെയ്തു. വീണ്ടും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. കാരണം റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ മാന്യന്മാർ എന്ന് നടിക്കുന്ന VIP-കളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് അവരുടെ ഇടയിലേക്ക് നിർണായകമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് എന്തുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത് എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായതോടു കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാക്കിയുള്ളവരെ കൂടി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ അറസ്റ്റ് ഒന്നും നടക്കില്ല. കാരണം എല്ലാവരും ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ആശുപത്രിവാസികളാണ് എന്ന് പറഞ്ഞ് ഒഴിയാനുള്ള വലിയ ശ്രമമൊക്കെ KP ശങ്കർദാസ് ഒക്കെ വളരെ കൃത്യമായി നടത്തിയിരുന്നു, അവസാനം വരെ ശ്രമിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രം ശങ്കർദാസിനെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയി അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ ആശുപത്രിയിൽ പോയി അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ആശുപത്രിയുടെ ഉദ്യോഗസ്ഥർക്കും ഡോക്ടർമാർക്കും ഒക്കെ അറിയാലോ, രോഗമില്ലാത്ത ഒരാളെ എത്ര കാലം ചികിത്സിക്കാൻ കഴിയും. അങ്ങനെ രോഗിയല്ലാത്ത ഒരാളെ രോഗിയായിട്ട് പരിഗണിച്ചുകൊണ്ട് ആശുപത്രിയിൽ അങ്ങനെ ചികിത്സിക്കുക എന്ന് പറയപ്പെടുന്നത് തന്നെ അവരുടെ എത്തിക്സിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഡോക്ടർമാരടക്കം KP ശങ്കർദാസിനെ തിരികെ അയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെയും ജയിലിൽ പോകാതെ ഈ ആശുപത്രിയുടെ AC മുറികളിൽ തന്നെ ബാക്കിയുള്ള ദിവസം കൂടി ജീവിച്ച് കഴിയാമെന്നുള്ള ഒരു താല്പര്യത്തിലായിരുന്നു KP ശങ്കർദാസ്. പക്ഷേ അത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഉത്തരവാദിത്ത ബോധമുള്ള നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ന്യായ നിയമ സംവിധാനങ്ങളെ അനുസരിക്കുന്ന ഡോക്ടർമാർ അതിന് തയ്യാറാകാത്തിടത്തോളം കാലം KP ശങ്കർദാസിന് ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കം ഇല്ലാതാകുന്നു. ഇനിയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പ്രശാന്തും പിന്നെ മന്ത്രിയൊക്കെയാണ്. മന്ത്രി അടക്കമുള്ളവരെ കൃത്യമായിട്ടും ചോദ്യം ചെയ്യലിലേക്കും അറസ്റ്റിലേക്കും എത്തുന്ന ഘട്ടമാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ ഉടൻ തന്നെ ഈ പ്രശാന്തിന്റെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെയോ നടന്നു കഴിഞ്ഞാൽ അതിനടുത്ത ദിവസം തന്നെ മന്ത്രിയുടെ അറസ്റ്റ് അടക്കം നടക്കും. കാരണം പ്രശാന്തിന്റെ മൊഴിയും ഈ പറയുന്ന ശങ്കർദാസിന്റെ മൊഴിയും വിജയകുമാറിന്റെ മൊഴിയും മാത്രമല്ല ആദ്യം നൽകിയ പത്മകുമാറിന്റെ മൊഴി അടക്കം എതിരാണ് കടകംപള്ളിക്ക്, അല്ലെങ്കിൽ മുൻ മന്ത്രിമാർ ആരാണോ അവർക്കെല്ലാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അവരെ എല്ലാവരെയും ആരൊക്കെയാണോ ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് എത്തപ്പെടേണ്ടി വരുന്നത് അവരെ എല്ലാം അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. വരും ദിവസങ്ങളിൽ ഇനി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് അവസാന ലാപ്പിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴാണല്ലോ ഇതിനകത്തെ യഥാർത്ഥ വില്ലന്മാർ പുറത്തു വരുന്നത്. ആ യഥാർത്ഥ വില്ലന്മാർ കൂടി അറസ്റ്റിലായാൽ സ്വർണ്ണക്കൊള്ള കേസ് ശബരിമലയിൽ നടത്തിയ കൊള്ളക്കാരന്മാരിൽ ആരൊക്കെയാണ് ഇതിനകത്ത് സമ്പാദിച്ചത്, ആരൊക്കെയാണ് ഇതിനകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത് താമസിയാതെ തന്നെ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും.